ഫിഫ വേൾഡ് കപ്പിൽ മൊറോക്കോയും അതുപോലെ തന്നെ ഫ്രാൻസും തമ്മിലുള്ള മത്സരം അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം നഗരത്തിൽ വലിയ രീതിയിലുള്ള ഒരു മത്സരം കാണുന്നതിനായിട്ട് നിരവധി ആളുകൾ എത്തിയിരുന്നു. മഴ അല്പം ഈ കാണികൾക്ക് ഒരു ആസ്വാദനത്തിന് തടസ്സം നിന്നെങ്കിലും അതൊന്നും വകവയ്ക്കാതെ ഈ കാണികൾ ഇവിടെ എത്തുകയും അതുപോലെ തന്നെ ഈ മഴയിലെ ഒരു തടസ്സം അതൊന്നും കണക്കാക്കാതെ ഈ മത്സരം കാണുകയും ചെയ്തിരുന്നു. ഏതായാലും ഫ്രാൻസ് വിജയിച്ചിരിക്കുകയാണ്. നിരവധി പേർ മറ്റ് മത്സരങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പുലർച്ചെയായിരുന്നു മത്സരം. അതുകൊണ്ട് തന്നെ തിരക്കിന് ഒരു ചെറിയ കുറവുണ്ടെങ്കിൽ തന്നെയും മത്സരം വലിയ രീതിയിൽ ആസ്വദിക്കുന്ന തരത്തിൽ തന്നെയാണ് ആളുകൾ ഏതായാലും നിലവിൽ നടത്തിയിട്ടുള്ളത്. ഈ മത്സരം കാണാൻ എത്തിയവരാണോ? ഞാൻ അർജന്റീന ഫാനാണ്, പക്ഷേ ഈ കളിയിൽ ഫ്രാൻസിന്റെ ഫാനായിരുന്നു. നല്ല കളിയായിരുന്നു. സന്തോഷം സന്തോഷം. അതെ, വളരെ ആകാംക്ഷയുള്ളൊരു മത്സരമായതുകൊണ്ട് നാളെ മോഡൽ എക്സാമാണ്. പക്ഷെ കളി 4 വർഷം കഴിഞ്ഞല്ലേ ഉള്ളൂ. മോഡൽ എക്സാം കുഴപ്പമില്ല. മിസ്സായി പോയ നല്ല കളിയാണെങ്കിൽ പിറ്റേന്ന് എണീക്കുമ്പോൾ വിഷമവും. അപ്പം ഒന്നും മിസ്സാക്കാന്നില്ല. ഓഫ് കോഴ്സ്. തീർച്ചയായിട്ടും അത്തരത്തിൽ മോഡൽ എക്സാം ഒക്കെ മാറ്റി വെച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ മോഡൽ എക്സാം നാളെ നടക്കാനിരിക്കുകയാണ്. എന്നാലും ആ കളിയുടെ ആവേശത്തിൽ നിരവധി ആളുകൾ ഇത്തരത്തിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ഏതായാലും ഇന്ന് ഫ്രാൻസ് ആണ് ഈ മത്സരത്തിൽ വലിയ രീതിയിൽ വിജയിച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്രാൻസിന്റെ ഒരു ആരാധികയാണ്, കൊച്ചാരാധിക എത്തിയിട്ടുണ്ട്. ഫ്രാൻസിന്റെ ആരാധികയാണല്ലേ? നല്ല കളിയായിരുന്നു. പ്രതീക്ഷിച്ചതാണോ ഫ്രാൻസ് ജയിക്കുമെന്ന്? 2 ഗോൾ അടിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു നേരത്തെ. സന്തോഷായി. പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതെ. അപ്പൊ ഇനി ഈ കപ്പ് ഫ്രാൻസ് അടിക്കും. ഫ്രാൻസെ കൊണ്ടുപോകൂ, ഉറപ്പാണ്. അർജന്റീനയൊക്കെ ഇങ്ങനെ നിൽക്കുവാണ്, നിലവിലെ ചാമ്പ്യന്മാരാണ്. അത് ലാസ്റ്റ് അവർ തന്നെ പൊക്കോളും. ഫ്രാൻസ് എന്തായാലും ജയിക്കും, ഉറപ്പാണ്. ഫ്രാൻസിന്റെ അപ്പൊ മോളാണോ? ഫ്രാൻസിന്റെ കുടുംബ ആരാധകരാണ്. കുടുംബം മൊത്തം ഫ്രാൻസിന്റെ ആരാധകരാണ്. കട്ട ഫാനാണ് നമ്മൾ. എംബാപ്പ, ക്ലീൻ എംബാപ്പയുടെ ഫാനാണ്. ഈ പ്രാവശ്യം എംബാപ്പ ലോകകപ്പ് കൊണ്ടുപോകും, അത് ഉറപ്പിച്ച കാര്യമാണ്. നമുക്ക് അർജന്റീന നമുക്ക് കിട്ടേണ്ടത്, ആ ടീമിന് നമ്മളെ കൈ കിട്ടണം. മെസ്സിയുടെ നെഞ്ചിനെ അടിച്ചു കൊടുക്കും എംബാപ്പ. കഴിഞ്ഞ പ്രാവശ്യം കപ്പ് കൊണ്ട് അതിൻ്റെ വാശി നമുക്കുണ്ട്. ഈ പ്രാവശ്യം ഫ്രാൻസ് കൊണ്ടുവരിക്കും. ഇത് ചലഞ്ചാണ്, ഉറപ്പാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ലോകകപ്പ് ഇത്തവണ ഫ്രാൻസ് കൊണ്ടുപോകും എന്നുള്ള ഉറപ്പിൽ തന്നെയാണ് ആരാധകർ. ക്യാമറാമാൻ വിഷ്ണുവിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.